ഇത് നമ്മുടെ കണാരനല്ലേ? ആ, എന്റെ അച്ഛനെ സാറ് കണ്ടിട്ടുണ്ടോ? കണാരന്റെ മോനാണോ? അതെ സാറേ. നീ പ്രേമിക്കുന്ന ആ രാജഗോപാലിന്റെ പേരക്കുട്ടിയെ നീ ഇപ്പോഴേ അറിയൂ. ആ രാജഗോപാലിനെ എനിക്ക് 30 വർഷം മുമ്പേ അറിയാം മോനെ. അമ്പലപ്പുഴയില് ബർമ രാജഗോപാൽ എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയും. ആ രാജഗോപാലിന്റെ തിയേറ്ററിലാ കണാരൻ ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരുന്നത്. രാജഗോപാലിന്റെ എല്ലാമായിരുന്നു കണാരൻ. ആ തിയേറ്ററിൽ എനിക്കൊരു ജോലി മേടിച്ചു തരാന്ന് പറഞ്ഞ് കണാരൻ എന്നെ രാജഗോപാലിന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ടുപോയി. കണാരൻ മനസ്സിലൊന്നും വെക്കാതെ എന്തെങ്കിലുമൊക്കെ പറയുമെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ കൊടുമരം തുടഞ്ഞു വീണു. ചേട്ടാ, ഡയലോഗ് ഇടിവെട്ടായിട്ടുണ്ട്. ഏത് പടത്തിലെയാ? അനിയാ മുരളി, എന്റെ പാട്ട് കേട്ടിട്ട് പാട്ടായിട്ട് തോന്നുന്നില്ല നിനക്ക്? അതല്ല ചേട്ടാ, ചേട്ടൻ മുറുക്കിയിട്ട് പാടിയതുകൊണ്ടായിരിക്കും എനിക്ക് ഡയലോഗ് ആയിട്ട് തോന്നി. നല്ല ശബ്ദമാണ് കേട്ടോ ചേട്ടന്റെ. നീ ജീവിക്കടാ മോനെ, നീ ജീവിക്കും. എന്റെ അമ്മേ, എന്തു വലിയ വീടാ ചേട്ടാ ഇത്. ആ ചേട്ടാ, കണാരൻ ചേട്ടോ, ഇത് രാജഗോപാല മുതലാളിയുടെ വീടല്ല. അനിയാ മുരളി, 15 വർഷമായിട്ട് ഞാനിവിടെ ചവറ് വരുവാ. രാജഗോപാലിന്റെ വീടും കൂടുമൊന്നും എനിക്ക് അറിയാൻ മേലെന്നാണ് കരുതിയത്. ചേട്ടൻ എപ്പോഴും എന്നെ തെറ്റിദ്ധരിക്കും. ഇത് മുതലാളിയുടെ വീടല്ല, കൊട്ടാരമാണെന്ന് പറയാൻ വന്നതാ. നീ അങ്ങനെയാണോ പറയാൻ വന്നത്? ആള് കൊള്ളാമല്ലോടാ നീ. അയ്യേ, എന്ത് വൃത്തിയോടാ ചേട്ടനെ കാണിക്കുന്നത്. അതെ, ഈ സീറ്റ് നല്ല പഞ്ഞു പോലുണ്ട്. കല്ല് പിടിച്ച പിള്ളേര് വന്ന് ഇതിലിരിക്കും, ചാണ്ട് പോകും. അതിനു വേണ്ടി കാക്ക കാഷ്ട തെറ്റപ്പ്. കണാരേട്ടൻ പറഞ്ഞ പിന്നെ അതിലൊരു മാറ്റമില്ല. അതിപ്പോഴാണോ തോന്നിയത്? കണ്ടു പഠിച്ചോ, അത്രേ പറയാനുള്ളൂ. വാ, വാതിൽ വരെ മാവേലിയുടെ നാടാ ഇത്. അകത്തോട്ട് കയറിയ എല്ലാം ബർമ. എന്ത് ബർമയോ? പിന്നെ തേങ്ങ അരച്ചു വെച്ച കുർമയാണെന്നാണോ? എല്ലാം ബർമ സമ്പാദിച്ചതാ. ഈ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ രാജഗോപാലൻ അമ്പലമില്ലാത്ത ദൈവം തന്നെയാ. ആർക്ക് കുഞ്ഞുങ്ങളുണ്ടായാലും അദ്ദേഹമാണ് പേരിടുന്നത്. നാളെ നിനക്ക് കുഞ്ഞുണ്ടായാലും അദ്ദേഹം തന്നെ പേരിടുന്നത്. അതിന് മാറ്റം ഉണ്ടാവില്ല. ക്ഷമിക്കണം. എന്താ മുരളി? എന്റെ കുഞ്ഞിന് ചേട്ടൻ പേരിട്ടാ മതി. നീ ജീവിക്കൂടാ മോനെ, നീ ജീവിക്കും. ഭഗവാനെ, ഞാനിന്ന് പുതിയ പേന കൊണ്ടാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. എങ്ങനെയെങ്കിലും ഡിഗ്രി പാസ്സാവണം. മീനക്കൊച്ചേ, എന്തോ കാട്ടിയത്? അറിഞ്ഞോണ്ട് എന്റെ ഷർട്ടയിൽ മഷി ഒഴിച്ചിട്ട് ചക്കാ ചിരിക്കുക. ചിരിക്കണ്ട, രാജഗോപാലൻ ചേട്ടനടുത്ത് ഞാൻ പറയാം. നമുക്ക് സാരമില്ല, അറിയാതെ പറ്റിയതല്ല. Don't bother. It is my mistake. അനിയാ മുരളി, മീനക്കുട്ടി ആട്ടെന്ന് മനസ്സിലായോ? രാജഗോപാലൻ ചേട്ടന്റെ മോള്. ആ, ഈ ഒരു പേടി നല്ലതാ. ചുമ്മാ വാഴ ഇംഗ്ലീഷ് ടക്കന്ന് തൂറിക്കൊണ്ടേയിരിക്കും. ഒരേ ഒരു മോള. ഇത് കൂടാതെ ഒരു മോനുണ്ട്, രാമഗോപാൽ. സ്വഭാവത്തിൽ തന്തക്കെതിരാ. അവന്റെ ശല്യം സഹിക്കാഞ്ഞിട്ട് പെരുമണ്ണാവൂരത്തെ സെന്റ് സേവിയർ ഹോസ്റ്റലിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക. വാ ചേട്ടായി, നമസ്കാരം. എന്താ കണാരാ, ആരാ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത്? ചേട്ടായി, ഇവന്റെ പേര് മുരളീകൃഷ്ണൻ. ആള് കാണുന്ന പോലെ അങ്ങനെ മോശപ്പെട്ട ആളല്ല, പാവപ്പെട്ടവനാ. വളർന്ന് സംസാരിക്കുന്നതിന് വളരെ കുറച്ചാ. ഗുഡ് മോർണിംഗ് സർ. മൈ നെയിം ഈസ് മുരളീകൃഷ്ണൻ. പ്ലീസ് ഗ്രാഡ് മീ ജോബ് ഇൻ തിയേറ്റർ, കാർ, ഹോം, എനിത്തിങ് സർ. I am also sincere, sir. I am past PUC, sir. PUC. Hey, PUC. PUC പഠിച്ച നിനക്ക് ഈ 8ാം ക്ലാസ് പാസ്സാകാത്തവന്റെ കൂടെ എന്താണ് ഇത്ര സഹവാസം? ചേട്ടായി ക്ഷമിക്കണം, ഞാൻ 8ാം തരം ഫെയിൽഡ് ആയിട്ടില്ല. പിന്നെന്താ? വലിയ പരീക്ഷ എഴുതാൻ സ്കൂളിൽ പോയില്ല. പോയിരുന്നേ മൊത്തത്തിൽ അങ്ങ്. ചെറുപ്പക്കാരോടൊരു സ്നേഹവും മര്യാദയില്ലാത്ത കാര്യം പറയടാ. ഞാൻ ഈ മുരളിയെ എന്റെ വീടിന്റെ മച്ചില് 70 രൂപ വാടകയ്ക്ക് താമസിപ്പിച്ചിരിക്കുക. മാസം 70 രൂപ വരുമാനമുള്ള ജോലി കൊടുത്തിരിക്കുകയാണെങ്കിൽ മാസം നിനക്ക് വാടക കറക്റ്റായിട്ട് കിട്ടണം, അതല്ലേ? എന്താ ചേട്ടാ ചിരിക്കുകയാണല്ലോ? അങ്ങേര് പറഞ്ഞത് തമാശയാന്ന് കരുതി തന്നെ ചിരിക്കുക. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണേ? നീയും കൂടെ അങ്ങ് ചിരിച്ചു. എന്താ മോളെ? ആദ്യം ഈ ഡ്രൈവറെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്.
എപ്പോ നോക്കിയാലും അവധി എടുക്കുക. ഇപ്പൊ ഞാൻ എങ്ങനെ പരീക്ഷയ്ക്ക് പോകുമെന്ന് പറ. എടാ കണാരാ, നീ പറഞ്ഞിട്ടാണ് അവനെ ഞാൻ ഡ്രൈവറായിട്ട് വെച്ചത്. ഇനി ആര് കാർ ഓടിക്കും? എന്ത് ചെയ്യുമെന്ന് പറയടാ. ചേട്ടായി, അവൻ കാല് വാഴുമെന്ന് മനസ്സിലാക്കിയ പുതിയ ഒരുത്തിനെ ഞാൻ ഇറക്കിയിരിക്കുന്നത്. അനിയ മുരളി. സർ, ഐ ആം ഡ്രൈവിംഗ് അംബാസഡർ കോൺഗ്രസ് എവറിത്തിങ് സർ. ഐ ആം ഗുഡ് ഡ്രൈവിംഗ് സർ. കണാരാ, നീ എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കും. നിന്റെ വാക്ക് വിശ്വസിച്ച് ഇയാളെ ഞാൻ ഡ്രൈവറായിട്ട് എടുക്കുന്നു. മുതലാളി അനുഗ്രഹിക്കണം മുതലാളി. അനുഗ്രഹം മേടിച്ചു, ഇതുപോലെ അനുഗ്രഹം മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. വന്നാട്ടെ മോളെ. രാവിലെ മുതൽ ഇവിടെ എന്ത് നടന്നോണ്ടിരിക്കുക? മനസ്സിലായില്ലല്ലോ. ഞാൻ കാരണം നിങ്ങളുടെ ഷർട്ടിലൊക്കെ മഷി വീണില്ലേ? ഇത് വെച്ചോളൂ, എന്റെ ചേട്ടന്റെ ഷർട്ടാ. നോ താങ്ക്സ് മീന. ഈ ഷർട്ട് പുതിയതാ, വാങ്ങിച്ചോളൂ. അയ്യോ വേണ്ട, നിങ്ങൾ തന്നെ വെച്ചോ പ്ലീസ്. കുട്ടി തന്നെ വെച്ചോ. എന്തോ വാങ്ങിക്കടോ മനുഷ്യ. മിസ്റ്റർ മുരളി, കാറിന്റെ താക്കോൽ ഇങ്ങതാ. താക്കോല് തരാനാ പറഞ്ഞത്. കൊടുക്കടാ. കണാരൻ ചേട്ടാ, ഇന്നാ താക്കോല്. അച്ഛനോട് പറഞ്ഞേരെ, ഞാൻ പുതിയ ഡ്രൈവറെ ജോലിന്ന് പറഞ്ഞയച്ചെന്ന്. മോളെ, പാലം കടക്കോളം നാരായണ നാരായണ. പാലം കടന്നു കഴിഞ്ഞാൽ കൂതാനാന്ന് കേട്ടിട്ടില്ലേ? നീ നല്ല ഡ്രൈവറെല്ലാം പറഞ്ഞു വിട്ടാ ഞാനിനി അവിടെ പോയി തപ്പും. കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുക അയ്യൻ. കണാരൻ ചേട്ടാ, താക്കോല് താ. താക്കോല് തരാൻ പറഞ്ഞപ്പോ. താങ്ക്സ് മീനക്കുട്ടി. മീനക്കുട്ടിയല്ല, മീന. താങ്ക്സ് മീനു. മീനക്കുട്ടി, നിനക്ക് മീന. അനിയ മുരളി, ചേട്ടാ, ഞാൻ എന്തിനാ നിന്റെ കൂടെ വന്നതെന്ന് മനസ്സിലായോ? പോകുന്ന വഴിക്ക് ചേട്ടന് വല്ല കാര്യം കാണും. സ്കൂട്ടറിന്റെ പെട്രോൾ ലാഭിക്കാൻ വേണ്ടിട്ടായിരിക്കും. കുസൃതി കൂടുതലായി പയ്യന്. നീ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, നിന്റെ രീതികളൊക്കെ ശരിയാണോ എന്ന് നോക്കാനായിട്ട് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. മീനുകൂട്ടി നിന്നോട് ചിരിച്ച് സോഷ്യലായി ഇടപഴകിയത് കൊണ്ട് നീ തെറ്റായിട്ടൊന്നും വിചാരിക്കണ്ട. അതുപോലുള്ള ആൾക്കാർ നിന്നെപ്പോലുള്ള വേലക്കാരോടൊക്കെ അങ്ങനെ ഇടപെടാനേ സാധ്യതയുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാൻ മുരളീകൃഷ്ണ, സ്വർണ്ണക്കനി ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തിന് സ്വർണം ചേർന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ മുരളീകൃഷ്ണ? പറ്റില്ല ചേട്ടാ. സൂക്ഷിച്ച നിനക്ക് കൊള്ളാം. നമ്മുടെ മീനാക്ഷി തലയിറങ്ങി വീണു. അയ്യോ മീനക്കുട്ടിയോ? സാറുമാരാ കൊച്ചിനെ എങ്ങാനും വരട്ടിയതാണോ? അങ്ങനെയൊന്നുമില്ല. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാനും കണ്ട് തലയിറങ്ങി വീണതാണോ? അതും അറിയില്ല. ഉരുളേ, പമ്പരം കറങ്ങുന്ന പോലെ ഓടുന്നത് കണ്ടോ? ശരി ശരി, ഞാൻ മീനുക്കുട്ടിയെ ആശുപത്രി കൊണ്ടാക്കിയിട്ട് സാവകാശം നിന്റെ അടുത്തൊന്ന് സംസാരിക്കാം. എന്നാ പറട്ടെ. ഉരുളി മോനെ, അവിടെ നിൽക്കടാ ഉരുളി. വൈകിയത് എന്റെ മോക്ക് സുഖമില്ലാതെ കിടക്കുന്നു. എവിടായിരുന്നടാ? എന്റെ മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നിങ്ങളുടെ മോള് കാലത്തെ മുതൽ ഇതുവരെ ഒന്നും കഴിച്ചില്ല. വിശപ്പിന്റെ മയക്കമാണ്. രണ്ടിടയിലും തേങ്ങാ ചമ്മന്തി മേടിച്ചു കൊടുത്തപ്പോ കഴിച്ചിട്ട് ചാടി എഴുന്നേറ്റ് അവിടെ ഇരിപ്പുണ്ട്. കണ്ടോ മീനെ? മീന മീനെ, ഞാൻ വേണമെങ്കിൽ ഇഡ്ഡലി മുക്കി തന്നെ നാടൻ കോഴിക്കറി മേടിച്ചോണ്ട് വരട്ടെ. വഴികാട്ടിപ്പോയവൻ ചുടുകാട്ടിലേക്ക് പോയ പോലെ ചുടുകാട്ടിപ്പോയവൻ വഴികാട്ടി അന്വേഷിച്ചു പോയെന്ന് പറഞ്ഞുള്ള കഥയാണല്ലോ ഇത്. മുഖത്ത് കുറച്ച് വെള്ളം തെളിച്ച് രണ്ട് ബട്ടർ ബിസ്ക്കറ്റ് കൊടുത്തിരുന്ന മീനുകുട്ടി ചാടി എന്നിട്ട് ഇങ്ങനെ ഒരു തുക്കുമില്ലാത്ത ഒരു കാര്യത്തിന് രാജഗോപാലൻ ചേട്ടന്റെ പൊന്നാല മോളെ ഇവിടെ കൊണ്ട് എന്തിനാ ഇരുത്തിയത്? ഞാൻ ബോധം കെട്ട് വീണത് നിങ്ങൾക്ക് വളരെ നിസ്സാരമായി പോയല്ലേ? അങ്ങേക്കുണ്ടായ സഹതാപം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉണ്ടായോ കണാരൻ ചേട്ടാ? രക്ഷിക്കാൻ മാത്രം പറ്റില്ല, പത്രത്തിന് മാത്രം ഒരു കുറവുമില്ല. ഇനി അങ്ങനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, കഥ കഴിഞ്ഞത് തന്നെ പറഞ്ഞേക്കാം.
മീനക്കുട്ടി രക്ഷിക്കുന്ന നേരത്ത് മോനെ മുരളീകൃഷ്ണ, നീ എഴുതി വെച്ചു, നമ്മുടെ നാടിന്റെ അടുത്ത സൂപ്പർ സ്റ്റാർ അയാൾ തന്നെയാ. ആ ഹീറോയുടെ ഫോട്ടോ ഉള്ള ബനീനും ചട്ടി ഇട്ടോണ്ട് എല്ലാ പയ്യന്മാരും ചെട്ടി കിടക്കുമല്ലേ. അപ്പൊ ഈ രജനിയും കമലും ഒക്കെയോ? അവരെല്ലാം കുമ്പളങ്ങ പോലെ സീസണിൽ വന്നിട്ട് പോവല്ലേ. എന്നാ ഇങ്ങേര് വാഴപ്പഴം പോലെ ഓൾ ടൈം നിൽക്കുമല്ലേ. ചേട്ടൻ പറഞ്ഞ അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അതെ, കിഴക്ക് പോകും ട്രെയിനില്ലേ, അത് ഹിന്ദിയിൽ വീണ്ടും റീമേക്ക് ചെയ്യാൻ പോകുന്നു നമ്മുടെ ഹീറോ പറഞ്ഞായിരുന്നു. പിന്നെന്താ പോവാഞ്ഞ്? ഹിന്ദി അറിയില്ല. ഉണ്ണികൃഷ്ണൻ ഒരു രസകനാ. 10 രൂപയിലുള്ള 15 ലാംഗ്വേജ് നമ്മുടെ നായകൻ അറിയാം. കോൾ ഷീറ്റ് ഇല്ല മുരളി. ഞാൻ പറഞ്ഞതല്ല, മാസിക വന്ന കാര്യ പറഞ്ഞേ. വാ പോകാം. ചേട്ടായി നമസ്കാരം. നമസ്കാരം ഒന്നും പറഞ്ഞു 3 ദിവസമായിട്ട് ഞാൻ ചോദിക്കുക. നമ്മുടെ തിയേറ്ററിൽ വിഷുവിന് ഏത് പടമായിരുന്നത് തീരുമാനിച്ചോ? രാജയോഗം. എന്റെ പ്രിയപ്പെട്ട ഹീറോ സുധീപ് പണ്ഡിറ്റ് അഭിനയിച്ച പടം വിഷുവിന് വരും. ഈ വിഷുവിന് തുടങ്ങിയ അടുത്ത വിഷു വരെ ഓടും. എപ്പോഴും ഹൗസ്ഫുൾ ആയിരിക്കും. എക്സ്ട്രാ 50 ടിക്കറ്റ് തന്നേക്ക്. എനിക്ക് മടക്ക് ചേറിന്റെ ആവശ്യമുണ്ട്. മോനെ, നീ എന്താ പറയുന്നേ? മുതലാളി, ഞാനെന്ത് പറയാനാ? മോനെ മുരളി, ഇങ്ങോട്ട് നിൽക്ക്. ഈ ഞാൻ പറഞ്ഞാ പിന്നെ എന്റെ അപ്പുറം സംഭവിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്ക്. മുതലാളി, ഈ വിഷുവിന് രജനി അഭിനയിച്ച ബെല്ലിട്ട നന്നായിരിക്കുന്ന എന്റെ വിനീതമായ അഭിപ്രായം. അടിപൊളി മുരളി. ഞാൻ പറയാന്ന് വിചാരിച്ചത് നിങ്ങൾ തന്നെ പറഞ്ഞു. ചേട്ടായി, ഇത് 1980 മോഡേൺ യുഗം. ഈ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാരിൽ എനിക്ക് ഇഷ്ടമുള്ളത് തെറ്റായ കാര്യം പോലും നെഞ്ചു വിരിച്ച് സംസാരിക്കുന്നത് കേട്ടില്ലേ? എന്റെ അനുഭവം ഇവന്റെ വയസ്സാണ്. ഞാൻ പറയുന്നു, അടുത്ത സൂപ്പർ സ്റ്റാർ സുധാകരൻ തന്നെ. അതുകൊണ്ട് ഈ വിഷുവിന് നമ്മുടെ തിയേറ്ററിൽ രാജയോഗമേ ഓടുന്നുള്ളൂ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്താ ഇത്? അച്ഛന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ? 15 വർഷമായിട്ട് നമ്മുടെ തിയേറ്ററിൽ ഏത് പടം വിടണം ഏത് പടം വിടണ്ടെന്ന് തീരുമാനിക്കാനുള്ള അധികാരമേ കണാരന് മാത്രമാ. എനിക്ക് പോലും ഇല്ലത്. അയാൾ എടുക്കുന്ന തീരുമാനം എപ്പോഴും കറക്റ്റ് ആയിരിക്കും. മീനെ, വിഷുവിന് രാജയോഗം മിക്കവാറും നാറിപ്പോവും. ചേട്ടായി, പീഡനത്തിന് പിടിക്കപ്പെട്ട പ്രതിയെ പോലെ ഇങ്ങനെ തലയിൽ തുണിയിടണ്ട. വ്യാപാരം പോകും വരും. എടാ തെണ്ടി, എടാ വിവരമില്ലാത്തവൻ, എടാ മരക്കഴുത, എടാ പൊട്ടാ. അവന്റെ പടം വിട്ടോ 1 വർഷം ഓടുവെന്നല്ലേ പറഞ്ഞു. ടിക്കറ്റ് എടുക്കാൻ ഒരുത്തം പോലും ഇല്ലല്ലോടാ. ചെലവാക്കിയ കാശെല്ലാം പോയി. എടാ, നിന്റെ സമയം തീരാറായി. നിന്നെ വിശ്വസിച്ച് ഈ തിയേറ്റർ നടത്തിയാൽ എല്ലാം ഇട്ടെറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി ഞാൻ മർമയിലോട്ട് തന്നെ പോണോടാ. എടാ മോനെ മുരളി, മുതലാളി, ഇനി എന്റെ ഈ തിയേറ്റർ നീ എടാ നടത്തണ്ടേ. ഈ തിയേറ്ററിൽ ഏതൊക്കെ പടം വിടണം ഏതൊക്കെ പടം വിടണ്ടെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അധികാരവും നിനക്ക് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കുമില്ല, എനിക്ക് പോലുമില്ല. ഇനി തൊട്ട് ഈ തിയേറ്ററിന്റെ മാനേജർ നീയാണ്. ഒന്നും പറയണ്ട, ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. എടാ കണാരാ, നീ കാലി. നീ പോയി പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്ക്. 15 വർഷം മുമ്പ് അതല്ലായിരുന്നോ പണി? അറിയാവുന്ന പണി തന്നെ പോയി ചെയ്തോ. പോടാ. കണാരൻ ചേട്ടാ, നമ്മുടെ മുതലാളി ദേഷ്യത്തിൽ പറഞ്ഞതാ. ഞാൻ പോയി സമാധാനപ്പെടും. വരുംകാലത്തെ കുറിച്ച് പ്രവചിക്കാൻ കഴിവുള്ള നീയാടാ യഥാർത്ഥ ബിസിനസ്മാൻ. നീ ഒരു വലിയ മനുഷ്യനാടാ. സന്തോഷമാടാ എനിക്ക്. മോനെ മുരളി, ചേട്ടനെ മറക്കല്ലേടാ നീ. അയ്യോ, ചേട്ടൻ എന്താ എങ്ങനെയൊക്കെ പറയുന്നേ? ഈ ജീവിതം തന്നെ ചേട്ടൻ തന്ന ദാനമാ. കണാരൻ ചേട്ടൻ ഞാൻ പോട്ടടാ പോട്ടം. അനിയാ മുരളി, എന്താ ഈ നേരത്തെ ചേട്ടൻ എന്തിനാ കുടിക്കണെന്ന് അറിയാവോ? വിഷുവിനിട്ട പടം 7 നില പൊട്ടി. ആ വിഷമം താങ്ങാനാവാതെ കുടിക്കുന്നു. എന്റെ അനുജൻ മുരളി മാനേജറായില്ലേ, ആ സന്തോഷത്തിന് ഞാൻ കുടിക്കുന്നത്. 15 വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്ത ഉയരത്തെ 10 ദിവസം കൊണ്ട് നീ റാഞ്ചില്ലേ. നീ വലിയവനാടാ. ഈ എളിയവനെ മറക്കല്ലേ മുരളി. ചേട്ടാ, ഒന്നും മിണ്ടായിരിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചേട്ടനോട് എങ്ങനെ പറയാന്ന് ആലോചിക്കുന്നു. അറിയാടാ, എന്റെ വീടെല്ലാം ഒഴിഞ്ഞ് നീ മൊസൈക്ക് തറയിട്ട വീട്ടിലേക്ക് പോകാൻ പോകുന്ന ഒരുക്കം. അതല്ല കണാരേട്ടാ, നമ്മുടെ രാമഗോപാലൻ ചേട്ടന്റെ മകള് മീനക്കുട്ടി. ആ മീനക്കുട്ടിക്ക് ഇന്നലെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് മുരളി, എന്താ മീന ഇത്? ലവ് ലെറ്റർ. ലവ് ലെറ്റർ? ആരെങ്കിലും കണ്ട എന്താ ഇത്?
സ്നേഹം നിറഞ്ഞ മുരളിക്ക് 1000 ഉമ്മയുടെ മീന എഴുതുകയാണ്. എനിക്ക് വളച്ചൊടിച്ചും പറയാൻ അറിയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടാ. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് കണ്ട ഉടനെ തോന്നിയ ഇഷ്ടം അത്. ഞാൻ മഷി തെറിപ്പിച്ചപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നില്ലേ? ആ ക്ഷമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കോളേജിൽ ഞാൻ ബോധം കെട്ടി വീണപ്പോ എന്നെ എടുത്തോണ്ട് ഓടിയില്ലേ? ആ സ്നേഹം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാറ്റിനും ഉപരിയായി മുരളി, എനിക്കിഷ്ടമുള്ള രജനിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ കല്യാണം എപ്പോഴാ? നിങ്ങളുടെ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് മീന മുരളീകൃഷ്ണൻ. മീനക്കുട്ടി, ഇതൊന്നും ശരിയാവില്ല. ദയവ് ചെയ്ത് എന്നെ മറന്നേക്ക്. രാമേട്ടനോട് എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ ഞാൻ രാജഗോപാലന്റെ മകളല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടേനെ അല്ലേ? ഞാൻ ചോദിച്ചത് ശരിയല്ലേ മുരളി? എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്യും. എന്നെ ഇഷ്ടമാണെന്ന് മാത്രം നിങ്ങൾ പറയണം. അല്ലെങ്കിൽ അരളിക്ക അരച്ചു കുടിച്ചിട്ട് എന്നേക്കുമായി പോയി കളയും ഞാൻ. മീന, ഇങ്ങനെ ഒരു മരമോന്ത നീ വെച്ചോണ്ട് കൊലയോടെ നീ കൊണ്ടുപോകുവോ? ചേട്ടൻ ഇനി എപ്പോഴാ കല്യാണത്തിന്റെ ചെലവ് ചെയ്യുന്നേ? കാണാരേട്ടാ, ചുമ്മാ കളിയാക്കല്ലേ ചേട്ടാ. നാളെ 12 മണിക്കുള്ളിൽ അവളുടെ പ്രേമം ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ അവൾ അരളിക്ക അരച്ചു കഴിച്ച് ചാവുമെന്നാ പറയുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല ചേട്ടാ, ഒരു പിടിയും ഇല്ല. വീരുകുട്ടിയെ നീയും പ്രേമിക്കുന്നുണ്ടോ? രാമേട്ടനെ ഞാൻ ഒരിക്കലും ദ്രോഹിക്കില്ല ചേട്ടാ. നീ മീനുകുട്ടിയെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ? ചേട്ടാ, ചേട്ടന്റെ പേര് ഞാൻ ഒരിക്കലും ഈ ചെയ്തേക്കില്ല. പാമ്പാട്ടൊന്നും എൻ്റെ അടുത്ത് വേണ്ട. നീ മീനുകുട്ടിയെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ? നിന്റെ ഹീറോ രജനീകാന്തിന് തലയെ തൊട്ട് സത്യം ചെയ്യണം. രജനി സാറാണ് സത്യം. മീന എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേട്ടാ. ഈ മീനക്കുട്ടി രാമേട്ടന്റെ മോളല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ പൊക്കിയെടുത്തോണ്ട് പോയി താലി കെട്ടിന്. എനിക്ക് ഭാഗ്യമില്ല, അത്ര തന്നെ. ഒരുപക്ഷെ രാജഗോപാലേട്ടന് ഈ കല്യാണത്തിന് സമ്മതിച്ച് ഇറുപിടിന്ന് കല്യാണവും നടത്തി തിയേറ്റർ നിന്റെ പേരിലേക്ക് എഴുതി തന്ന് നാളെ നിന്റെ ശമ്പളക്കാരനാകേണ്ട ഗതി എനിക്കെങ്ങാനും വന്നാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചേട്ടന്റെ വായിൽ പഞ്ചസാര ഇട്ട് തരും ഞാൻ. നടക്കൂടാ. നിന്റെ നല്ല മനസ്സിന് എല്ലാ കാര്യവും നടക്കൂടാ മുരളിക്കുട്ടാ. എല്ലാം കണാരേട്ടന്റെ അനുഗ്രഹം. അനിയാ മുരളി, ചേട്ടാ, ഈ തിയേറ്ററിന്റെ ഓണർ ആകണോടാ നീ. അതാടാ ഈ ചേട്ടന്റെ ആഗ്രഹം. ചേട്ടാ, അടക്കഴുതേ. അതുപോലെ ഞാൻ ഈ ചേറ് കയറി ഇരുന്നു. എന്നോട് സാരമില്ല, ക്ഷമിക്കണം. ഒരു 10 മിനിറ്റ് ഇരുന്നോളൂ. 10 മിനിറ്റിന് എന്തിനാടാ ഈ പഞ്ഞിമെത്ത? അല്ലല്ല. നീ ഇരിക്കുക, അവിടെ പോയിട്ട് ചെല്ലേ ചെല്ലേ, പോയിരി. നീ മര്യാദയുള്ളവനാടാ മുരളി. ഹലോ, രാമഗോപാൽ തിയേറ്റർ മാനേജർ മുരളീകൃഷ്ണൻ ഞാൻ തന്നെയാ. മുരളി, നീ പറഞ്ഞ പോലെ സ്നേഹമുള്ള സിംഹത്തിന് ഞാൻ അഡ്വാൻസ് കൊടുത്തു കേട്ടോടാ. അത് നന്നായി. സന്തോഷായോ? സന്തോഷമായി മുതലാളി, ഐ എം ഹാപ്പി. മുതലാളി പുറപ്പെട്ടോ? ആ, ഞാൻ പുറപ്പെട്ടു. രാത്രി ആകുമ്പോഴേക്കും അവിടെ എത്തും. ശരി മുതലാളി. തിയേറ്റർ നന്നായിട്ട് നോക്കണം. ശരി, ആയിക്കോട്ടെ. ആരാമോനെ മുരളി? മുതലാളിയോട് സ്നേഹമുള്ള സിംഹത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അതിന്റെ കാര്യത്തിനായി മദ്രാസ് പോയത്. രാത്രി എത്തുമെന്നാ പറഞ്ഞത്. അതെ. നീ ഒരു സ്നേഹത്തിന്റെ സിംഹം അല്ലേ മുരളി? ചേട്ടാ, ഞാൻ സ്നേഹമുള്ള സിംഹമാണെങ്കിൽ ചേട്ടൻ സ്നേഹമുള്ള പുലിയ. എന്താ ചേട്ടാ? മുരളിക്കുട്ടാ, നീ പറഞ്ഞ കാര്യം തൊണ്ടക്കുഴി ഐസ്ക്രീം തങ്ങിയിരിക്കുന്ന പോലെ തൊണ്ടത്ത് അങ്ങ് ഇറങ്ങുമായിരുന്നു. ഞാനുള്ള കാര്യമല്ലേ ചേട്ടാ പറഞ്ഞത്. മുരളി, ഞാനിപ്പോ മുട്ട പോണ്ട ഉണ്ടാക്കാൻ സ്റ്റൗ കത്തിക്കാൻ പോവാ. ശരി ചേട്ടാ, കാര്യം നീ കൂടി ഇരിക്ക്.